ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം കുറേ നാളായിട്ട് എൻ്റെ ഫോണിൽ അങ്ങനെ ഇരിക്കുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ. ഇനി ഇതവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പൂത്ത് കെട്ടുപോകും. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ കരുതി കേട്ടോ. അപ്പം കൊച്ചിൻ്റെ ജലദോഷമോ ചുമയൊക്കെ ആയിട്ട് രണ്ട് പിള്ളേർക്കും കൂടിയായിട്ട് അതുങ്ങളെ കൊണ്ടുപോവാണ് കേട്ടോ ആശുപത്രിയിൽ. അപ്പോൾ അറിയാലോ, എൻ്റെ മെയിൻ ശത്രു എന്ന് പറഞ്ഞ യാത്രയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ കാരണമാണ് ഇത് നമ്മുടെ ഹസ്ബൻഡിനെ അനിയിച്ചാൽ കേട്ടോ. അവന് മുഖം കാണിക്കാൻ തീരെ താല്പര്യമില്ല. ചിലപ്പോൾ കാണുമായിരിക്കും. കണ്ട് ഇതായതാ കൊച്ചു കഴിക്കുന്നത് കണ്ടോ. അവൾക്ക് ചുമയേക്കാളും കൂടുതൽ അവസ്ഥ എന്ന് പറഞ്ഞ യാത്രയാണ് അവിടെ മെയിൻ പ്രശ്നം. അതുകൊണ്ട് ഒരു തോർത്തൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ അവളെ ഇരുത്തുന്നത്. അങ്ങനെ ഉണ്ടോ, തിരിഞ്ഞും പറഞ്ഞൊക്കെ അങ്ങനെ ഇരിക്കും. എങ്ങനെ ഇരുന്നാലും മനസ്സിൽ മുഴുവൻ ഉറക്കൊന്നുമല്ല. നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. കണ്ണടച്ച് വെറുതെ ഇരിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് എടുത്ത് ചാടിയാലോ എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ മൊത്തം കേട്ടോ. CKയുടെ അവസ്ഥയെന്ന് കൊടുത്തുണ്ടോ, മടിയിൽ ഒരാൾ കിടക്കുന്നു, എൻ്റെ കയ്യിൽ ഒരാൾ, കൂടെ ഞാനും. ഞങ്ങൾ ചുമക്കുന്ന CKയോട് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. മിക്കവാറും കുറേ ബൂസ്റ്റൊക്കെ കലക്കി കൊടുക്കേണ്ടി വരും. പാവല്ലേ. ഇതാണ് കേട്ടോ ഭരണങ്ങാനം പള്ളി. ഇതുവരെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല. കണ്ടോ ഭരണങ്ങാനം പള്ളി. അപ്പം മെയിൻ സ്ഥലങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഒറ്റക്കണ്ണ് തുറന്ന് നോക്കും കേട്ടോ, എവിടം വരെ ആയി എന്ന്. കുറേ നേരം പിടിച്ചിരുന്നാൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി. ഈ കണ്ണടച്ച് ഞാൻ പറയില്ല, കണ്ണടച്ചിരിക്കുന്നുണ്ടെങ്കിലും എടുത്ത് ചാടിയാലോ എന്നാണ് എൻ്റെ മനസ്സിൽ മൊത്തം ഉള്ളത്. ഇത് ഭരണങ്ങാനം ത്തുള്ളൊരു ആശുപത്രിയാണ് കേട്ടോ, മേരിഗിരി കേട്ടോ. അങ്ങനെ പ്രത്യേക കാണുന്ന ചില കാഴ്ചകളൊക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട കാഴ്ചകളൊക്കെ ഉള്ളിലുണ്ട്. അതിങ്ങനെ ചില സമയത്തൊക്കെ കണ്ണ് തുറന്ന് നോക്കും. അങ്ങനെ നമ്മൾ പാല KSRTC സ്റ്റാൻഡിൻ്റെ അടുത്തെത്തി കേട്ടോ. കണ്ടോ, സെൻട്രൽ ഭാഗമാണിത്. പിന്നെ അവിടുന്ന് ഇപ്പുറത്ത് കാണുന്ന നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡാണ്. അതുകൊണ്ട് ആ വഴി പോകുന്നില്ല, അല്ലാതെ ബൈപ്പാസ് വഴി, അവിടെ തിരക്കാണെന്ന് തോന്നുന്നു, ബൈപ്പാസ് വഴി പോകാനുള്ള പ്ലാനാണേ. അപ്പം നിങ്ങൾ ഈ കാണുന്നൊന്നും അല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭീകരവും ഭയാനകവുമാണ് കേട്ടോ. ചില സമയത്തൊക്കെ വണ്ടി നിർത്തി വേണം പോകാൻ. വീഡിയോ എടുക്കാൻ ഞാൻ അതോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് അത് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുന്നത്. പിന്നെ ബൈപ്പാസ് കണ്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പാസ് വഴി പോകുന്നതാണ് കേട്ടോ. മറ്റേ വഴിയെ അപേക്ഷിച്ച് ദൂരക്കൂടുതലുണ്ട്, എങ്കിലും ഇങ്ങനെ മാല പോലെ കിടക്കുകയാണ്. നല്ല വണ്ടി കുറവ്, ആൾ കുറവ്, നല്ല കാഴ്ച. വീട്ടിലൂണൊക്കെ കിട്ടും ഇവിടെ, മുഴുവൻ വീട്ടിലൂണാണ്. നല്ല ഫുഡൊക്കെ കിട്ടും ഈ ഭാഗത്തൊക്കെ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. നല്ല ഫുഡൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ താഴെ വഴിയാണ് കേട്ടോ മെയിൻ റോഡ്, അതായത് കോട്ടയം റൂട്ട്. അവിടെ നിന്ന് നോക്കി ഇങ്ങോട്ട് കയറി പോരാം. കണ്ടോ, ഇതാണ് നമ്മുടെ മരിയൻ ഹോസ്പിറ്റൽ പാല. ഇനി ആരും കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. മാസത്തിൽ 5 പ്രാവശ്യം ഡോക്ടറെ കാണാനും ബാക്കി 3 പ്രാവശ്യം അഡ്മിറ്റും ആകുന്ന ഹോസ്പിറ്റലാണ് ഞങ്ങളിവിടെ. അങ്ങനെ വന്നിറങ്ങിയപ്പോൾ ആൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എനിക്ക് ഈ ബാലൻസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ തല കറങ്ങും കേട്ടോ. അങ്ങനെ കിളി പോയിരിക്കുകയാണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ്. കുറേ നേരത്തേക്ക് അപ്പനും മക്കളും കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് നടക്കും. കാരണം എനിക്ക് വയ്യാലോ. കണ്ടോ, ആളുകളൊക്കെ ഉണ്ട്. ആ സൈഡ് മൂലയ്ക്കാണ് കേട്ടോ, അവിടെയാണ് ഡോക്ടർ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് നല്ല ക്ലീനായിട്ടുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ. ഒരു ബന്ധുക്കാരുടെ അടുത്ത് പോയ പോലെയാണ്. പിന്നെ മുക്കും മൂലയും എനിക്ക് നല്ല പരിചയമാണ് കേട്ടോ. അങ്ങനെ 2 പേർക്കും മരുന്നൊക്കെ ഡോക്ടർ എഴുതി തന്നതിന് മേടിക്കാനുള്ള പരിപാടിയാണ്. ആ സമയത്താണ് ഇവരുടെ ഈ ബഹളം മൊത്തം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കാനൊക്കെ ഇഷ്ടംപോലെ ഇടയുള്ളതുകൊണ്ട് കേട്ടോ, കുരുത്തക്കേട് ഇത് പറഞ്ഞുണ്ടല്ലോ, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. ഒരു ദിവസമായി ഈ മൂത്ത കൊച്ച് ഞങ്ങളുടെ കൂടെ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി. ഇവൾ വേറെ ആരുടെ കൂടെ അങ്ങ് പോയി. ഞാൻ തിരിഞ്ഞപ്പോൾ കൊച്ചിനെ കാണുന്നുണ്ടോ. ഞാൻ പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു സിസ്റ്ററിൻ്റെ അടുത്തിരിപ്പുണ്ട്. പിന്നെ പിടിച്ചോണ്ട് പോകുന്നു. ഇതെല്ലാം ഞൊടിയണേ സംഭവിക്കുന്ന കേട്ടോ. അങ്ങനെ കുറേ നേരം നിന്ന് മരുന്ന് കിട്ടി. CK നോക്കിയേ, എന്നെ നോക്കണം, പിള്ളേരെ 2 പേരെ നോക്കണം, പോരാഞ്ഞിട്ട് ബാഗ് എടുക്കണം.
ഇത് പിള്ളേരുടെ മെയിൻ പരിപാടി ചെയ്തത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട്, ഇതിങ്ങനെ പെറുക്കി കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഭയങ്കര വൃത്തക്കേടാ. എന്നിട്ട് നമ്മളറിയില്ല, ഒരു ദിവസം വീട്ടിൽ വന്ന് നല്ല ബാഗ് നല്ല കനമുണ്ട്, വെറുതെ തുറന്ന് നോക്കി. ഹസ്ബൻഡ് ബാഗൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ചും വന്നു കേട്ടോ. തുറന്ന് നോക്കിയപ്പം എന്നതാ കുറേ കല്ല് പെറുക്കിയിട്ടേക്കോ ഈ പിള്ളേർ. ആശുപത്രിയിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഓരോ കല്ലുണ്ടാവും ബാഗിന്. അങ്ങനെ മരുന്നെല്ലാം മേടിച്ച് ഇനിയിപ്പോൾ വല്ലതും കഴിക്കണം. അങ്ങനെ തപ്പി പോകണം. നമ്മുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് പോകുന്ന നമ്മുടെ മെയിൻ സ്ഥലമുണ്ട് കേട്ടോ, അതെ, പാല ആര്യ ഹോട്ടൽ. അവിടെ ഈ വെജിറ്റേറിയൻ ഫുഡാണ്. ഇപ്പം ഞാൻ ഊണ് പറഞ്ഞു കേട്ടോ, വെജിറ്റേറിയൻ ഊണാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായ സമയം മൊത്തം ഞാൻ ഇവിടുന്നായിരുന്നു ഫുഡൊക്കെ കഴിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ഇഷ്ടം അവിടെ വരാൻ. ചില കറികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പുളിയിഞ്ചിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിള്ളേർക്ക് ഈ വക സാധനം ചോറും അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അവർക്ക് 2 ഉഴുന്നോടെ 2 പേർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ CK ചപ്പാത്തി, അനീച്ചാരും ചപ്പാത്തിയാണെന്ന് തോന്നുന്നു മേടിച്ചത്. കണ്ടോ, ഇതൊക്കെയാണ് കറികൾ. നല്ല ടേസ്റ്റുള്ള കറിയൊക്കെയാണ് കേട്ടോ. ഊണായിട്ട് തന്നെ കിട്ടും. പിന്നെ പായസവും. അങ്ങനെ അടുത്ത കഴിപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണേ. പിന്നെ ഇങ്ങനെയാണ്, വല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി തലയ്ക്ക് ലെവലാവും. തിരിച്ച് പോരുമ്പോൾ വലിയ കുഴപ്പമില്ല. ചില സമയത്ത് തിരിച്ച് വരുമ്പോഴും കണക്കാണ്. നിങ്ങൾ ഈ കാണുന്നൊന്നുമല്ല എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒക്കെ ഉണ്ട്. അപ്പം ചെറിയ കൊച്ച് അത്യാവശ്യം ഫ്ലാറ്റായി ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട്. ഇനി ഈരാറ്റുപേട്ട ചെന്നിട്ട് CKക്ക് അവിടെ ഇറങ്ങി ജോലിക്ക് പോകണം. അങ്ങനെ ഈരാറ്റുപേട്ട എത്തി കേട്ടോ. CK അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് ജോലിക്ക് ഇപ്പുറത്താണ് ജോലി ചെയ്യുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മുടെ കടയിലേക്ക് അനീച്ചാർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പലചരക്കൊക്കെ അവനവിടെ ഇറങ്ങി കേട്ടോ. ഇതാണ് നമ്മുടെ ഈരാറ്റുപേട്ട ചന്ത കണ്ടോ. പിന്നെ സാധനമെല്ലാം മേടിച്ച് ഞങ്ങൾ തിരിച്ച് പോരുകയാണേ, വീട്ടിലോട്ട് പോരുകയാണ്. കണ്ടോ എന്നാ ഭംഗിയല്ലേ, കളർഫുള്ളായിട്ടുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് എത്തി എന്നുള്ള തോന്നൽ വന്നു കഴിയുമ്പോഴത്തേന് പിന്നെ നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകും കേട്ടോ. തടിക്ക് വെച്ചേക്കുന്നുണ്ടോ എന്നാ നീറ്റായിട്ടാണ് തടിയൊക്കെ. അങ്ങനെ ഇതുണ്ടോ, അജ്മി ഫുഡ് പ്രോഡക്റ്റ് ഫാക്ടറി ഉണ്ടോ. ആ ഫാക്ടറിയാണിത്. ഫാക്ടറി ഔട്ട്ലെറ്റ് ഫ്രണ്ടിൽ കാണുന്നത് ഇത് ഫാക്ടറി. കേക്കയും തൊട്ടടുത്താണ് കേട്ടോ കേക്കെ. അപ്പോൾ അവിടുന്ന് ഔട്ട്ലെറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കടയിലേക്ക് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം വിലക്കുറവൊക്കെ ഉണ്ട് ഇവിടുന്ന് മേടിച്ചാൽ. അപ്പോൾ അതെല്ലാം മേടിച്ചു അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നിങ്ങളോട് പറഞ്ഞതൊന്നും അല്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഒന്ന് വന്ന് നോക്കണം. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ എനിക്ക് യാത്ര വയ്യാന്ന്. എൻ്റെ അമ്മോ, തിരിച്ചു വന്നിട്ട് പിന്നെ എന്നെക്കൊണ്ട് ഒന്നിനും പറ്റത്തില്ല കേട്ടോ. എവിടെയെങ്കിലും ഒരു ചായയും കുടിച്ച് ചൂണ്ടുകൂടി ഇരിക്കുക 2-3 ദിവസത്തേക്ക് അതിൻ്റെ ചുരുക്കം എനിക്കുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.